ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ തമ്മിലൊരു ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. ഇതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. ഇതിനെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിനെ നമുക്ക് കോൺകോഡ് എന്നും പറയാം. ഗ്രാമാറ്റിക്കലി നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് കോൺകോഡ് എന്ന് പറഞ്ഞാലും സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നോക്കൂ, എ വെർബ് മസ്റ്റ് എഗ്രി വിത്ത് ഇറ്റ് സബ്ജക്റ്റ് ഇൻ നമ്പർ. സബ്ജക്റ്റുമായിട്ട് ഒരു വെർബ് അതിന്റെ നമ്പറിൽ എഗ്രി ചെയ്യും, അതാണ് പറയുന്നത്. അതായത് സബ്ജക്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. നോക്കൂ, സിംഗുലർ പ്ലൂറൽ, അതാണ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റിന്റെ നമ്പറിനനുസരിച്ചായിരിക്കും നമ്മൾ വെർബ് കൊടുക്കേണ്ടത്. വെർബിന്റെ നമ്പറും അതേ സെയിം ആയിരിക്കും. സിംഗുലർ ആണെങ്കിൽ സിംഗുലറും പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറലും. നോക്കൂ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് വരും. അതിന് എക്സാമ്പിൾ എന്താ? ഷീ പ്ലേസ് ക്രിക്കറ്റ്. ഷീ പ്ലേസ് ക്രിക്കറ്റ്. ഷീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റ് ഏതാ? സബ്ജക്റ്റ് ഏതാ? ഷീ ആണല്ലേ. ഷീ ആണ് സബ്ജക്റ്റ്. ഇതിൽ വെർബോ? പ്ലേസ്. ക്രിക്കറ്റ് ഓബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഓബ്ജക്റ്റിനെ നിങ്ങൾ വിട്ടേക്കൂ. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഷീ പ്ലേസ് ക്രിക്കറ്റ്. ഞാൻ പറഞ്ഞു സിംഗുലർ സബ്ജക്റ്റ് വരുമ്പം സിംഗുലർ വെർബ് വരണമെന്ന്. ഇതിനകത്ത് ഷീ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം, വെർബ് പ്ലേസ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കൂ, പ്ലേസ് നമ്മൾ എന്താ? ആപ്പിൾ, ആപ്പിൾസ്, ഓറഞ്ച്, ഓറഞ്ചസ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നും, ഓറഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലും. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരാപ്പിളും, ആപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആപ്പിളും എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നോക്കൂ, പ്ലേസ് എന്ന് എഴുതിയിരിക്കുന്നു. പ്ലേസ് എന്ന് എഴുതിയിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സിംഗുലർ ആവുന്നത് എന്നാ ഒരു ഡൗട്ട് വരും അല്ലേ നമുക്ക്. അപ്പം ഇത് വെർബിന്റെ ബേസ് വെർബിന്റെ കൂടെ എസ് ഫോം വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ആണ്. ബേസ് വെർബിന്റെ കൂടെ അല്ലെങ്കിൽ റൂട്ട് വെർബിന്റെ കൂടെ നമ്മൾ ഒരു എസ്ഒ ഇഎസ്ഒ ചേർത്ത് കഴിഞ്ഞാൽ എന്താവും? സിംഗുലർ ആവും. എന്നാൽ സബ്ജക്റ്റിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർത്ത് കഴിഞ്ഞാൽ എന്താവും? പ്ലൂറൽ ആവും. അപ്പം ഇതൊരു ചെറിയ ഡിഫറൻസ് ആണ്, ഒന്ന് നോക്കിക്കണം. അപ്പം എസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെർബിന്റെ കൂടെ എസ് ചേർത്ത് കഴിഞ്ഞാൽ എസ്ഒ ഇഎസ്ഒ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിംഗുലർ വെർബ് കിട്ടും എന്ന് നമുക്കറിയാം. അപ്പം ഷീ പ്ലേസ് ക്രിക്കറ്റ്, അതിനകത്ത് ഷീയും സിംഗുലർ ആണ്, പ്ലേസും സിംഗുലർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഷീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് നിങ്ങൾ റൂള് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? തേർഡ് പേഴ്സൺ സിംഗുലറിന്റെ കൂടെ നമ്മൾ എന്തുപയോഗിക്കണം? എസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണാതെ പഠിക്കുന്നത്. ഇത് സിംഗുലർ ആയതുകൊണ്ടാണ് സിംഗുലറിന്റെ കൂടെ സിംഗുലർ ഉപയോഗിക്കുന്നത്, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നത്. ഇനി നോക്കൂ, ഇതില് ഷീ ആൻഡ് പ്ലേസ് സിംഗുലർ ഞാൻ പറഞ്ഞു. പ്ലൂറൽ സബ്ജക്ട് പ്ലസ് പ്ലൂറൽ വെർബ്. ആദ്യം നമ്മൾ പഠിച്ചു സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് വരും, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആണെങ്കിൽ പ്ലൂറൽ വെർബ് വരും അല്ലേ. അപ്പം ഷീ പ്ലേസ് ക്രിക്കറ്റിന് നമ്മൾ പ്ലൂറൽ ആക്കുകയാണെങ്കിൽ ഷീക്ക് പകരം ദേ എന്നാക്കാം അല്ലെ. ദേ പ്ലേ ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുന്നു. പ്ലേസ് അല്ല പറഞ്ഞ ദേ പ്ലേ ക്രിക്കറ്റ് എന്നാ പറയാ. നോക്കൂ, ദേ പ്ലേ ക്രിക്കറ്റ്. ക്ലിയർ അല്ലേ? ദേ പ്ലേ ക്രിക്കറ്റ്. ഇതിനകത്ത് ദേ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ, അപ്പൊ അതുകൊണ്ട് പ്ലൂറൽ സബ്ജക്റ്റും അതുപോലെ തന്നെ പ്ലേ എന്ന് പറഞ്ഞാൽ എസ് ഇല്ല അതിനകത്ത്. എസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ പറയാ? പ്ലൂറൽ വെർബാണെന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോ എന്താ? ദേയും പ്ലേയും പ്ലൂറലാണ്. ഇത്രയും കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. നമുക്കത് കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് കുറച്ച് 1 by 1 ആയിട്ട് നോക്കാം. മെയിൻ ആയിട്ട് ഇതാണ് ഇതിന്റെ ബേസ്. അതായത് വെർബ് എപ്പോഴും സബ്ജക്റ്റിന്റെ നമ്പറുമായിട്ട് എഗ്രി ചെയ്യണം. സബ്ജക്റ്റിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഇതിൽ എക്സാമ്പിൾ ഷീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഷീയും പ്ലേസും എന്താണ്? സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ വെർബും. അതുപോലെ ദേ പ്ലേ എന്ന് പറയുമ്പോൾ ദേ പ്ലൂറൽ സബ്ജക്റ്റും പ്ലേ പ്ലൂറൽ വെർബും ആണ്. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടുന്നത് ഓക്സിലറി വെർബ്സ് ആണ്. ഓക്സിലറി വെർബ് ഉണ്ട്. നമ്മൾ ഐയുടെ കൂടെ ആം വരും, ഹീയുടെ കൂടെ ഈസ് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചില്ല. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒറ്റ അടിക്ക് നോക്കാം. നോക്കിക്കോളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ് ആൻഡ് ഹാഡ്. ഹാസ്, ഹാവ് ആൻഡ് ഹാഡ്. ആം, ഈസ്, ആർ. നോക്കൂ,
ആം, ഈസ്, ആർ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കും. വാസ്, വെയർ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. ഡു, ഡസ്, ഡിഡ് ഇതും ഡൂയിൻ ഡസും പ്രസന്റ് ടെൻസിലും ഡിഡ് പാസ്റ്റ് ടെൻസിലും ഹാസ് ഹാവ് പ്രസന്റ് ടെൻസിലും ഹാഡ് പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കും. ഇതിൽ നോക്കൂ, ഞാൻ കളർ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? 3 കളർ കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി വെർബ് എന്ന് എഴുതിയിരിക്കുന്ന റെഡ് കളറാണ്, ബാക്കി ആൻഡും റെഡ് കളറിലാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി ഓക്സിലറി വേർബ്സിനെ ഞാൻ 3 കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബ്ലൂ, ഒന്ന് ഗ്രീൻ, ഒന്ന് പർപ്പിൾ അല്ലേ? ബ്ലൂ, പർപ്പിൾ. ആം ബ്ലൂവും, ഈസ് പർപ്പിളും, ആർ ഗ്രീനും അല്ലെ? ഈ 3 കളർ കൊണ്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്തിരിക്കുന്നത് നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ. അവിടെ ആം നോക്കൂ, അത് ഐയുടെ കൂടെ മാത്രം വരുന്നത്, അതുകൊണ്ടാണ് ആമിനെ ഞാൻ അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡിഡ് നോക്കൂ, ഡിഡ് എല്ലാത്തിന്റെയും കൂടെ വരും, സിംഗുലറിന്റെയും കൂടെ പ്ലൂറലിന്റെയും കൂടെ വരും. ഹാഡും അതുപോലെ തന്നെയാണ്, സിംഗുലർ വെർബ് സബ്ജക്റ്റിന്റെ കൂടെയും വരും, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും വരും. അത് അപ്പം എക്സെപ്ഷൻ ആണ്, അത് നമ്മൾ ഒഴിവാക്കുക. ആം, ഡിഡ്, ഹാഡ് അത് കഴിഞ്ഞു. അത് നമ്മൾ ലാസ്റ്റിൽ നോക്കും. നമ്മൾ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് നോക്കും. നിങ്ങളിപ്പം ഇതിങ്ങനെ മൊത്തത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് ഞാൻ പറഞ്ഞു, വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? റൂട്ട് ഫോം ഓഫ് ദ വെർബിന്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് കഴിഞ്ഞാൽ സിംഗുലർ ആവും എന്ന് പറഞ്ഞു അല്ലെ? അതിനകത്ത് നമ്മൾ ഇവിടെ നോക്കൂ, എസ് ചേർത്ത് കഴിഞ്ഞാൽ സിംഗുലർ ആവും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, ഈസ്, വാസ്, ഡസ്, ഹാസ്. ഇതിലെല്ലാം ലാസ്റ്റ് എസിലല്ലേ അവസാനിക്കുന്നത്? എസ് അല്ലെങ്കിൽ ഇ എസിലല്ലേ അവസാനിക്കുന്നത്? നോക്കൂ, ഈസ്, വാസ്, ഡസ്, ഹാസ്. പർപ്പിൾ കളർ മാത്രം നോക്കുക. എന്താ? ഈസ്, വാസ്, ഡസ്, ഹാസ്. ഇത് 3ഉം എസിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? സിംഗുലർ വേർബ്സ് ആണ്. ഇത് സിംഗുലർ വേർബ്സ് ആണ്. ഇത് നോക്കൂ, ആർ, വേർ, ഡു, ഹാവ്. ആർ, വേർ, ഡു, ഹാവ്. ഇത് നോക്കൂ, ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ഇത് ഇത്രയും പ്ലൂറൽ ആണ്. സിമ്പിൾ അല്ലേ? എസ് വരുന്നത് ആമും ഡിഡും ഹാഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? സ്പെഷ്യൽ പഠിക്കുക. അത് എക്സെപ്ഷൻ ആണ്. അത് എല്ലാത്തിൻ്റെ ആം ഐയുടെ കൂടെ മാത്രം ഉപയോഗിക്കും. ബാക്കി ഡിഡും ഹാഡും എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാം. ബാക്കി സിംഗുലർ എങ്ങനെ കണ്ടുപിടിക്കും? എസ് വരുന്ന ഓക്സിലറി വേർബ്സ് എല്ലാം, എസ് അല്ലെങ്കിൽ ഇ എസ് ചേർന്ന് വരുന്ന ഓക്സിലറി വേർബ്സ് എല്ലാം സിംഗുലറും, എസ് ഇല്ലാതെ വരുന്ന ഓക്സിലറി വേർബ്സ് ആം, ഡിഡ്, ഹാഡ് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം എന്താണ്? പ്ലൂറൽ ഓക്സിലറി വേർബ്സ് ആണ് നമ്മൾ പഠിച്ചു. ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം സിംഗുലർ, ഈസ്, വാസ്, ഡസ് ആൻഡ് ഹാസ്. ഇത് ഇത്രയും എന്താണ്? ഈ എസ് വന്നിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും അവസാനം എസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇ എസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് പറയാം? സിംഗുലർ ആണെന്ന് പറയാം. അപ്പൊ ഇത് സിംഗുലറിന്റെ കൂടെ അല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ എന്താ പറയാ? ഹി ഈസ് എ ഡോക്ടർ. നോക്കൂ, ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഡോക്ടർ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ഹി വാസ്, ഞാൻ ടെൻസ് കൺഫ്യൂസ് ആക്കുന്നില്ല. ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒന്നും കൂടെ നോക്കാം. ഹി വാസ് എ ഡോക്ടർ. കൺഫ്യൂസ് ആയിപ്പോ അല്ലെങ്കിൽ ഹി വാസ് എ ഡോക്ടർ ഉണ്ടോ? ഹി വാസ് എ ഡോക്ടർ. ഇതിന്റെ അർത്ഥം എന്താ? അവൻ ഒരു ഡോക്ടർ ആയിരുന്നു, എന്നാൽ ഇപ്പൊ അല്ല. ഇപ്പൊ ചിലപ്പോൾ IPS ഓഫീസർ ആയിട്ടുണ്ടാവും അല്ലെ? ഡോക്ടർ എന്താ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സാം എഴുതി UPSC എക്സാം എഴുതി കിട്ടി. ഇപ്പം IAS IPS എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ആ സമയത്ത് നമുക്ക് എന്ത് പറയാം? ഹി വാസ് എ ഡോക്ടർ എന്ന് പറയാം. അവൻ ഡോക്ടർ ആയിരുന്നു, എന്നാൽ ഇപ്പൊ ഡോക്ടർ അല്ല എന്നാണ് അതിനർത്ഥം. ഇനി ഷീ ഡസ് ദ വർക്ക്. അവളാണ് ഈ വർക്ക് ചെയ്യാറുള്ളത്. ഷീ ഡസ് ദ വർക്ക്. കണ്ടോ? ഡസ് ആൻഡ് ഹാസ്. ഷീ ഹാസ് എ കാർ. ഷീ ഹാസ് എ കാർ. അപ്പം ഇവിടെ ഹി വന്നിട്ടുണ്ട്, ഷീ വന്നിട്ടുണ്ട്. 2 ഹീയും 2 ഷീയും ആണ്. അപ്പം ആരുടെ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ ഒരാൾ മാത്രമല്ലെങ്കിൽ രാമുന്നോ രാജുന്നോ സീതാന്നോ രാധാന്നോ എന്ത് പറഞ്ഞാലും അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഈസ്, വാസ് അല്ലെങ്കിൽ ഡസ്, ഹാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സിംഗുലർ ആണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ? ഇറ്റ് എന്ന് വസ്തുക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഞാൻ ആദ്യം പറഞ്ഞു വസ്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലെ, ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോ നമുക്ക് എന്തായിട്ട് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുന്നത് എങ്ങനെ നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റിന്റെ കൂടെ ഈസ് ആവരാ. ഇറ്റിന്റെ കൂടെ വരും ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ അല്ലെ? അങ്ങനെ നമുക്ക് പറയാം. ബുക്ക്, അതിനൊക്കെ ഇറ്റിന് പകരം ഉപയോഗിക്കാന്നാണ്. ഇറ്റിന് പകരം ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പം ഇറ്റ് ഈസ് റെയിനിങ് എന്നും നമുക്ക് പറയാം. ഇവിടെ ഇതിന്റെ കൂടെ ഇറ്റിന്റെ കൂടെ ഈസ്, വാസ്, ഡസ്, ഹാസ് വരത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇനി ഇറ്റെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വസ്തുക്കളും പിന്നെ അനിമൽസിനെ നമുക്ക് വേണമെങ്കിൽ ഇറ്റെന്ന ഗണത്തിൽ പെടുത്താൻ പറ്റും അല്ലെ? നമുക്ക് അതിന്റെ എന്താ പറയാ, ജെൻഡർ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇറ്റെന്ന് പറയാം. നമ്മൾ ചിൽഡ്രനെയും പറയുന്നുണ്ട് കേട്ടോ. ചിൽഡ്രൻ വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ ജെൻഡർ നമുക്ക് അറിയില്ലെങ്കിൽ, ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ലിംഗം. കുഞ്ഞ്
ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ക്രൈയിങ് എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ക്രൈയിങ്, ഷീ ഈസ് ക്രൈയിങ് എന്ന് പറയാം, ഹീ ഈസ് ക്രൈയിങ് എന്ന് പറയാം. ഇപ്പം മോളാണോ മോനാണോ എന്ന് നമുക്ക് അറിയത്തില്ല, ആ സമയത്ത് നമുക്ക് ഇറ്റ് ഈസ് ക്രൈയിങ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കൂ, ഇനി പ്ലൂറൽസ് ആർ, വേർ, ഡു ആൻഡ് ഹാവ്. നോക്കൂ, ദേ ആർ ഡോക്ടേഴ്സ്. ഒന്നിൽ കൂടുതലുള്ള എന്താണേലും നമ്മൾ ഈ വേർഡ്സ് ഉപയോഗിക്കുക. ദേ ആർ ഡോക്ടേഴ്സ്, ദേ വേർ ഡോക്ടേഴ്സ്, സെയിം മീനിങ് തന്നെ. അവർ ഡോക്ടർ ആകുന്നു, അവർ ഡോക്ടർ ആയിരുന്നു. വി ഡു ദ വർക്ക്, ഞങ്ങളാണ് ഈ വർക്ക് ചെയ്യാറുള്ളത്. വി ഹാവ് എ കാർ, ഞങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നു. വി ഹാവ് എ കാർ. എക്സെപ്ഷൻ, ഐ ഹാവ് എ കാർ. ഇവിടെ നോക്കൂ, ഐ എന്ന് പറഞ്ഞ സിംഗുലർ ആണ്, പക്ഷെ ഐയുടെ കൂടെ എപ്പോഴും ഹാവ് മാത്രമേ വരത്തുള്ളൂ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ കാർ. ഐ സിംഗുലർ ആണ് എന്ന് പറഞ്ഞിട്ട് ഹാസ് വരത്തില്ല, ഹാവ് എ വരത്തുള്ളൂ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഐ ഹാവ് എ കാർ. നിങ്ങൾ ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ബുക്ക്, ഐ ഹാവ് എ പെൻസിൽ, ഐ ഹാവ് എ പെൻ, ഐ ഹാവ് 2 ആപ്പിൾസ് ഓർ സംതിങ് ലൈക്ക് ദിസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ ഇത് ഇംഗ്ലീഷിൽ ഐ ഹാവ് എ കാർ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഐയുടെ കൂടെ ഹാവ് എ, സിംഗുലർ ആണെന്ന് പറഞ്ഞിട്ട് സിംഗുലർ ചേർക്കില്ല, ഐയുടെ കൂടെ ഹാവ് എ വരത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇനി യു വയർ എ ഡോക്ടർ. യുവിൻ്റെ കൂടെ, യു സിംഗുലർ ആണെങ്കിലും ഇത് എക്സെപ്ഷൻ ആണ്, നോക്കിക്കോളൂ. യു സിംഗുലർ ആണെങ്കിലും നിങ്ങൾ, അതായത് നീ ഒരു ഡോക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞാലും, നിങ്ങൾ ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരോട് പറഞ്ഞാലും വെയർ, യു വെയർ എ ഡോക്ടർ എന്നേ നമ്മൾ പറയത്തുള്ളൂ. ഇതിന് സിംഗുലറും പ്ലൂറലും ഇല്ല. യു വരുമ്പോൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും യു ഉപയോഗിക്കാത്തുള്ളൂ. ഒരാളാണെങ്കിലും യു, നീ എന്ന് പറഞ്ഞാലും യു തന്നെയാണ്, നിങ്ങളെന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും യു തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വേറെ ഉപയോഗിക്കുള്ളൂ. യു വേറെ ഡോക്ടർ. അതുപോലെ ആറും അങ്ങനെയുള്ളൂ, യു ആർ എന്നേ ഉപയോഗിക്കുള്ളൂ. യു ആർ എ ഡോക്ടർ എന്നേ പറയുള്ളൂ. യു ആർ എ ഡോക്ടർ, അത് സിംഗുലർ ആണെങ്കിലും, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും യു ആർ എ ഡോക്ടർ എന്നേ പറയും. യു ഈസ് എന്ന് പറയില്ല. അപ്പം യു ആർ എ ഡോക്ടർ അല്ലെങ്കിൽ യു വെയർ എ ഡോക്ടർ, ഇത് എക്സെപ്ഷൻ ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പം ഇത് രണ്ടും, ഐ ഹാവ് എ കാർ, ഞാൻ പറഞ്ഞു ഹാവ് പ്ലൂറൽ ആയതുകൊണ്ട് ഐ സിംഗുലർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐ ഹാസ് ഉപയോഗിക്കാൻ പാടില്ല, ഐ ഹാവ് എ കാർ എന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ യു, ഒരാൾ മാത്രമേ ഉള്ളൂ, അയാളോട് നമ്മൾ യു വേറെ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടർ ആയിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ നീ ഒരു ഡോക്ടർ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വാസ് ഉപയോഗിക്കത്തില്ല, വേറെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഐയും യുവും ഇവിടെ നമുക്ക് എക്സെപ്ഷൻ ആണ്. അതിൽ രണ്ടിൽ നമുക്ക് വേറെ ഹാവ് മേ വരത്തുള്ളൂ. ഇനി എക്സെപ്ഷൻസ് ഞാൻ എന്താ പറഞ്ഞ, ആം, ഡിഡ് ആൻഡ് ഹാഡ്. ആമും ഡിഡും ഹാഡും. ആം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആം ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഐ ആം എ ഡോക്ടർ, ഐ ആം എ പെയിന്റർ, ഐ ആം എ എംപ്ലോയി, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് തന്നെ ആയാലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഐ ആം എ ഡോക്ടർ എന്ന് പറയാൻ പറ്റും. അതുപോലെ ഡിഡ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പഠിച്ചില്ലേ എല്ലാ കാര്യം, ഐ, ഷീ, ഹി, യു, ദേ, വി ഡിഡ് ദ വർക്ക്. ആര്, ഐ ഡിഡ് ദ വർക്ക്, ഷീ ഡിഡ് ദ വർക്ക്, ഹി ഡിഡ് ദ വർക്ക്, യു ഡിഡ് ദ വർക്ക്, ദേ ഡിഡ് ദ വർക്ക്, വി ഡിഡ് ദ വർക്ക്. ഇത് സിംഗുലറും പ്ലൂറലും വന്നാലും നമുക്ക് ഈ ഡിഡ് തന്നെ ഉപയോഗിക്കണം. നമ്മൾ എഗ്രിമെന്റ് പറയുമ്പം ഇത് സിംഗുലർ ആണ്, അത് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചാണ് സിംഗുലറിന്റെ കൂടെ സിംഗുലറേ വരുള്ളൂ. പക്ഷെ ഇത് കോമൺ ആണ്, എക്സെപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? ഐയുടെ കൂടെ ആം മാത്രമേ വരുള്ളൂ, ആം എ ഡോക്ടർ, ഇത് വേറെ ഒന്നിന്റെയും കൂടെ വരത്തില്ല. പിന്നെ ഐ, ഷീ, ഹി, യു, ദേ, വി ഡിഡ് ദ വർക്ക്. സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ ഡിഡ് മാത്രമേ വരുള്ളൂ. അത് എല്ലാത്തിന്റെ കൂടെയും ഡിഡേ വരത്തുള്ളൂ. രാമു, രാജു, രാധ, ആരാണേലും, അവർ, ഞങ്ങൾ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ബിയെ വരുള്ളൂ. ഓക്കെ, ഇനി ഈസ്, ഐ, ഷീ, ഹി, യു, ദേ, വി ഹാഡ് എ കാർ. ഇതാണ് സെയിം തന്നെ, ഐ ഹാഡ് എ കാർ, ഷീ ഹാഡ് എ കാർ. ഈ ഹാഡും എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതിന് നമുക്ക് സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഇല്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം എൻ്റെ ക്ലാസ് കണ്ടതിന് താങ്ക് യു വെരി മച്ച്. സീ യു സൂൺ.